ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ താറാവ് റോസ്റ്റാണ്. താറാവിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് വരാം. നമ്മൾ താറാവിനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെല്ലാം പീസാക്കിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ താറാവ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പൊടികളൊക്കെ ചേർക്കാം. അടുത്തായിട്ട് നമുക്ക് ഇനി ഉപ്പിടാം. ആ പാകത്തിന് ഇട്ടാൽ മതി. അപ്പോൾ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി നമ്മൾ ചേർക്കേണ്ടത് ഇഞ്ചി പച്ചമുളകാണ് കേട്ടോ. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് വന്നു. അപ്പം ഇനി കുരുമുളക് പൊടി ഇടണേ കുറച്ച് നമ്മൾ. ഇനി അത് കഴിഞ്ഞിട്ട് മസാലപ്പൊടി ഇടണേണ്. എനിക്കൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം ഇതിൽ, എന്നാലും ഇനി ഒരു ഇത് വരുള്ളൂ. നമുക്കിത് അടച്ച് അടപ്പത്ത് വയ്ക്കാം. അപ്പം നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഞാൻ അവിടെ നിന്ന് വിസിൽ വരട്ടെ. ഇതിന്റെ മൈക്കൊന്നും ശരിയല്ല. പിന്നെ ആഴ്ചയിലാഴ്ചയിൽ മൈക്ക് മേടിക്കാൻ കള്ളോട്ടടിയല്ലേ ഇവിടെ. പല ലോട്ടറി അടിച്ചൊക്കെ മേടിക്കാം. അതിന് സതീശൻ കനിയണം, എന്നാലേ അതൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവിടെ അടിച്ചൊന്നുമില്ല മേടിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീന്താല് വെച്ചപ്പോഴേ 13 അടിയാണ് അടിച്ചത്. അതുപോലെ ഇതും വേർന്നില്ലെങ്കിലും അതെ, അത് കാളർച്ചയാണ്, താറാവർച്ചയാണ്. അപ്പൊ ഒരു 4-5 ദിവസം കഴിയുമ്പോ ഓഫ് ചെയ്യണം. മറ്റത് അങ്ങനെയല്ല. മറ്റേ കാളർച്ച 20 അടി അടിക്കണേ ചിലപ്പോ. വണ്ടിക്കാളർച്ചി ഓഫ് ചെയ്യാം. അപ്പൊ ഉരുളി തീ കൊടുക്കാൻ പോണേ കേട്ടാ. അപ്പൊ ഉരുളി പറ്റി വെള്ളമൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. അതിന് നമുക്ക് മസാല ഇടാം. ജീരകം, കറുകപ്പട്ട, തക്കോലം, അതൊക്കെ ഇടിഞ്ഞത് അത് മൂപ്പിച്ചെടുക്കാം. സവാള ഇടാം. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമുക്കിടാം. പൊടിക്ക് ഉപ്പ് ചേർക്കണം. അതിൽ നമ്മൾ കല്ലുപ്പാണ്ട് ഉപയോഗിക്കണം. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഉപ്പ് ചേർത്തോട്ടാ. ഉള്ളി ഇടാം. ഗ്യാസിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിപ്പിട്ട് അതിൻ്റെ കൂടെ വന്ന് വീണതാണെന്ന് കേട്ടോ. ആറ്റത്ത് മലയിലൊക്കെ ആറ്റത്ത് വന്ന് വീണേക്കണതാണ്. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ആക്കിടാം. ഇനി പൊടികളൊക്കെ ഇടണം. ആദ്യം പറഞ്ഞ മഞ്ഞപ്പൊടി ഇടണം. എരിഞ്ഞൊക്കെ ചേർത്ത് ഏറ്റവും ഇനി ഇളക്കണം. അടുത്തായിട്ട് നമുക്ക് മുളക് പൊടി ഇറക്കാട്ടോ. ഇത് ഇടുന്ന ആൾക്ക് പൊക്കലാണ്. ചൂട് കളിയുമ്പോൾ കസേരയിട്ട് കൊടുക്കേണ്ട ഒരാളെ തിരിയിട്ട്. അടുത്തായിട്ട് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അടുത്തായിട്ട് കുറച്ച് മസാലപ്പൊടി ഇടണം. കുരുമുളക് പൊടി ഇടണം. ഇനി നമുക്ക് താറാവ് ഇതിലോട്ട് മിക്സ് ചെയ്യാം. മസാലയിട്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം കുറച്ച് നേരം.
അപ്പോൾ നമ്മുടെ ഇത് വരണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇനി ഇത് നോക്കാം, അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. താറാവ് റോസ്റ്റ് ഏകദേശം അതിൻ്റെ പരിസമാപ്തിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇട്ടിഞ്ഞ് കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ, നല്ല ടേസ്റ്റി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.